ഉദരത്തിൽ നിന്നും അഗ്നിനാളമായി ആത്മാവേ വരണേ. പുറകെട്ടുപോയ ഉപ്പായ എന്നെ പുറകൂട്ടിയിടണമേ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂതി തീയാക്കൂ, എൻ്റെ കുറവുകളെല്ലാം നിറവാക്കൂ. എന്നെ നയിക്കും പോലൻ ജീവിത പാതയിൽ തുടരാൻ. ആത്മാവെന്നെ നയിക്കും പോലൻ ജീവിത പാതയിൽ തുടരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. കാറ്റിലുയരും ഇല പോലെ ആത്മാവിൻ ശക്തിയിലുയരാൻ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. അഭിഷേകം നീ ചൊരിയണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ റൂഹായേ, എന്നിൽ കത്തിപ്പടരണമേ. നല്ല അഭിഷേകമുള്ളൊരു പയ്യന്റെ കാര്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാന്നറിയോ? ശിംശോൻ. പ്രിയമുള്ളവരെ, ശിംശോൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നന്നായിട്ട് അങ്ങോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിംശോൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് സന്ദേശം കൊടുത്തു, നിനക്കൊരു കൊച്ചു ജനിക്കും, നാസീർ വ്രതക്കാരനായിരിക്കും, ഉടമ്പടിയുള്ള കുഞ്ഞ്. അതുകൊണ്ട് നീ സൂക്ഷിച്ചോണം. അമ്മ സൂക്ഷിക്കണം, അപ്പൻ സൂക്ഷിച്ചോണം. എന്നിട്ട് പറയുകയാണ്, അശുദ്ധമായതൊന്നും കുടിക്കുകയും തിന്നുകയും ചെയ്യരുത്, വീഞ്ഞു കുടിക്കരുത്, സൂക്ഷിക്കണം. എല്ലാ കാര്യവും ഒന്നും ആവശ്യമില്ലാതെ ഭക്ഷിക്കരുത്, വളരെ സൂക്ഷിച്ച് ജീവിച്ചോണം ദൈവം പറഞ്ഞു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച ആ കുടുംബത്തിന് ലഭിച്ച കുഞ്ഞിൻ്റെ പേരാണ് ശിംശോൻ. എന്തായിരുന്നു കൃപ! പുറത്തോട്ടിറങ്ങി ഒരു ദിവസം ചുമ്മാ ഒരു സിംഹം പോവുക, ചെറിയൊരു സിംഹം. ശിംശോൻ പയ്യനിങ്ങനെ നടന്നു പോകുമ്പോഴാണ് സിംഹം. നമ്മളൊക്കെ ആണെങ്കിൽ സിംഹം കാണണ്ട, സിംഹത്തിൻ്റെ പടം കണ്ടാൽ തന്നെ പേടിക്കുക, രാത്രി കിടങ്ങും പേടിക്കുക സിംഹത്തിൻ്റെ പടം കണ്ടത്. ഇത് സിംഹം അതിലേ പോകുന്നു. ശിംശോൻ എന്ത് ചെയ്തു? അത് അലറിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു, ചുമ്മാ പിടിച്ച് കീറി തൂരിട്ട് അങ്ങോട്ടിട്ട്. എന്ത് ഈസി ആയിട്ടാണ് കാര്യങ്ങൾ നടന്നത്. അതേ ശിംശോന് പിന്നീട് എന്ത് ചെയ്തു? ഒരു കുരങ്ങിനെ പോലെ ഇതാ ഇട്ടുകൊണ്ട് കളിപ്പിക്കുക നാട്ടുകാർ. ഒരു കുരങ്ങിനെ കളിപ്പിക്കുന്ന പോലെ ഈ ശിംശോനെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുക. എന്നിട്ട് പറഞ്ഞ് കണ്ണും കൂടെ കുത്തിപ്പൊട്ടിച്ചു, ഒന്നും കാണാൻ മേല. ശിംശോനെ ഇട്ടുകൊണ്ട് കളിപ്പിക്കുക. അടിക്കടാന്ന് പറയുമ്പം അടിക്കുന്നു, കള്ളു കുടിയടാന്ന് പറയുമ്പോൾ കുടിക്കുന്നു, പിന്നെ പ്രേമിക്കടാന്ന് പറയുമ്പോൾ പ്രേമിക്കുന്നു, ചാടിപ്പോടാന്ന് പറയുമ്പോൾ ചാടിപ്പോകുന്നു. ഏത് വൃത്തികേട് വേണമെങ്കിലും, ഈ ലോകം സമ്മാനിക്കുന്ന എന്ത് തിന്മകൾ വേണമെങ്കിലും എന്ത് ഈസി ആയിട്ടാണ്, എന്ത് പ്രയാസം കൂടാതെയാണ്, എത്ര നിഷ്പ്രയാസമായിട്ടാണ് ഒരു പാപത്തിൽ നമുക്ക് വീഴാൻ പറ്റുന്നത്. എങ്ങനെ ഇത് സംഭവിക്കുന്നത്? എന്തിൻ്റെ ഒരു കുറവുണ്ട് ഈ കാലഘട്ടത്തിന്? എന്തിൻ്റെ ഒരു കുറവുണ്ട് നമുക്ക്? ധ്യാനം കൂടുന്ന ചില ദൈവ പൈതൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നൊരു കാര്യമില്ലേ? ധ്യാനമൊക്കെ കൂട്ടിയിട്ട് സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറയും. എന്താ പറയുന്നത്? ഞാൻ
ഒരു തരത്തിലും ബീഡി വലിക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന ശേഷവും പുറത്തിറങ്ങി പോയി ബീഡി വലിച്ച്. പക്ഷേ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന 5 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ബീഡി വലിക്കാനേ തോന്നുന്നില്ല. എന്നാ സംഭവിച്ചു? ദൈവകൃപ വന്നങ്ങോട്ട് പൊതിഞ്ഞ്. കണ്ടോ? ദൈവകൃപ വന്നങ്ങോട്ട് പൊതിഞ്ഞ്. അപ്പോ പ്രിയമുള്ളവർ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത് ലഭിക്കുന്നില്ലെങ്കിൽ അപ്പം മനസ്സിലായിക്കോണം, പാപത്തിലേക്ക് വീണ് പോവുകയാണെങ്കിൽ ഈ ദൈവകൃപയുടെ വസ്ത്രാഞ്ചലത്തിനുള്ളിലല്ല നമ്മൾ. അത് എങ്ങനെ സംഭവിച്ചു നമ്മൾ നോക്കണം. ശിംശോൻ എന്നാ പറ്റിയത്? ഈ കൃപ എപ്പോഴാ പോയ വിവരം അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ പറയുക ബൈബിളിൽ? അവനിൽ നിന്ന് ദൈവകൃപയും ആത്മാവും വിട്ടുപോയ കാര്യം ശിംശോൻ അറിഞ്ഞതേയില്ല. അറിഞ്ഞത് എപ്പോഴാണെന്നറിയോ? കുരങ്ങിന് കളിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ശിംശോൻ പണ്ടെന്നത്തതുപോലെ ബലം പ്രയോഗിച്ചു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അപ്പോഴാണ് ശിംശോന് മനസ്സിലായത് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും സമയം താമസിച്ച്. പ്രിയമുള്ളവരെ, ഒരിക്കലും ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ് തൂത്തുട്ടി ചാപ്പല്. അപ്പോഴാണ് ഒരു അപ്പനും മകളുടെ അവിടെ നിൽപ്പുണ്ട്. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി സീരിയസ് ആണ് വിഷയം, അത്യാവശ്യമാണ് കാര്യം. അവർ സ്റ്റേജിലോട്ട് കയറി വരുന്നതിന് മുമ്പേ ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താ വന്നത്? അന്നേരം അവർ പറഞ്ഞു, ഒരു കുഴഞ്ഞ പ്രശ്നമാണ്. ഞാൻ എൻ്റെ മകളെ 4 ലക്ഷം രൂപ ലോൺ എടുത്ത് തേനിയിൽ പഠിപ്പിക്കാൻ വിട്ടു. തേനി അവൾ അവിടെ പോയി നേഴ്സിങ്ങിനെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ കിച്ചണിൽ പാത്രം കഴുകുന്ന ഒരു പയ്യനുണ്ട്. ഒരു അവിടുത്തെ ഒരു ചെറുപ്പക്കാരനാണ്. ആ പയ്യനുമായിട്ട് ഇവക്ക് കടുത്ത പ്രേമായി. ഇവളിപ്പോൾ പറയുന്നത് ഈ പാത്രം കഴുകുന്ന ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കണമെന്നാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഈ 2 പെൺപിള്ളേരേ ഉള്ളൂ. ഇളയ തുറന്ന് നിൽക്കുക. ഇവൾ പഠിച്ച് UK പോയിട്ട് വന്നിട്ട് വേണം ഈ കുടുംബം ഒന്ന് നന്നാക്കാൻ. വലിയ പ്രതീക്ഷയും സ്വപ്നത്തോടു കൂടിയാണ് ഇവിടെ ഞങ്ങൾ ഇവിടെ പഠിക്കാൻ പറ്റത്. ഉടനെ ഞാൻ അവളോട് പറഞ്ഞു, മോളെ, നിൻ്റെ അപ്പനും അമ്മയും ഇന്നും മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ ഇങ്ങനെ പഠിക്കാൻ പറ്റത്. ഉടനെ അവൾ പറഞ്ഞു, ശരിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നീ എനിക്ക് ഈ നമ്മുടെ ഇതുപോലെയുള്ള കൗൺസിലിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ 18 അടവും പയറ്റി നോക്കും. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, നീ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം ഇതാരും മേടിച്ചു തന്നാണ്? അവൾ പറഞ്ഞു, അപ്പൻ. അപ്പം എനിക്ക് മനസ്സിലായി കൗൺസിലിംഗ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, മനസ്സിലായല്ലോ നിനക്ക്? നീയും ഈ മാതാപിതാക്കന്മാരും തമ്മിൽ എത്ര വർഷത്തെ ബന്ധമുണ്ട്? അവൾക്ക് 18 വയസ്സാണ്. അവൾ പറഞ്ഞു 18 വർഷത്തെ. ഞാൻ പറഞ്ഞു, അല്ല 19. അകത്ത് കിടന്നപ്പോൾ 1 വർഷം ഉണ്ടല്ലോ, 19. ആ ശരി, അവൾ സമ്മതിച്ച്. എന്നിട്ട് ഞാൻ ചോദിച്ചു, 6 മാസം മുമ്പ് കണ്ട ഈ ചെറുക്കനെ നിനക്ക് വേണോ, അതോ ഈ 19 വർഷത്തെ ബന്ധമുള്ള ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉടമയായ ഈ അപ്പനെ അമ്മയും വേണം? അവൾ എടുത്ത വായിൽ എന്നോട് പറഞ്ഞു, ആ വസ്ത്രം മേടിച്ച് തരിക, ഭക്ഷണം തരിക എന്നുള്ളതൊക്കെ അവർ ജന്മം നൽകിയാൽ അവർ ഉത്തരവാദിത്തമാണ്. ജന്മം നൽകിയാൽ ഇതൊക്കെ നൽകാനുള്ള ഉത്തരവാദിത്തം അല്ലേ എന്ത് ചെയ്യരുതായിരുന്നു? ജന്മം നൽകരുതായിരുന്നു. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ അടവ് പൊളിഞ്ഞു. അങ്ങനെ 18 അടവും പയറ്റിയിട്ട് അവസാനം ഒരു പരിപാടിയുണ്ട്. 18 അടവും കഴിഞ്ഞ അടുത്ത പരിപാടി എന്നാണെന്നറിയോ? പൂഴിക്കടകൻ എന്ന് പറയും. പൂഴിക്കടകൻ. ഞാൻ പൂഴിക്കടകൻ ഇറക്കി. ഞാൻ പറഞ്ഞു, എനിക്കിനി നിന്നോട് ഒന്നും പറയാനില്ല. നീ ഇപ്പോൾ പോയി ആ ചെറുക്കനെ കഴിവുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം. വീട്ടിൽ നിന്ന് ചാടിപ്പോണം. അതാണല്ലോ അതിൻ്റെ തീരുമാനം. നീ അത് ചെയ്യണം. അധികം താമസിപ്പിക്കരുത്. നീ പോയി ജീവിക്കണം. അങ്ങനെ ജീവിച്ച് നീ BSc നഴ്സിംഗ് പാസ്സാകുകയാണെങ്കിൽ നിന്റെ BSc നഴ്സിംഗ് മറ്റേ പാത്രം കഴിവൂടി ആകുമ്പോൾ നിനക്കൊരു ജീവിതം കിട്ടും. വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി കഴിഞ്ഞാൽ 1, 2, 3 പിള്ളേരും ഉണ്ടാവും. ഒന്നും പേടിക്കാനില്ല. അതിനുശേഷം ഒരു 19, 20, 25 വർഷം കഴിയുമ്പം ഒരു കളി നടക്കും. അപ്പോൾ അവളെ എന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നേരം ഞാൻ ഈ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലാകത്തുള്ളൂ. അന്നേരം ഒരു വെളിപാട് നിനക്ക് കിട്ടും. അന്നേരം നിനക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. ഉടനെ ഈ അപ്പൻ എന്നെ നോക്കി, എൻ്റെ പിതാവേ, ഈ 20 വർഷവും 24 വർഷവും കഴിഞ്ഞ് ഇത് മനസ്സിലായിട്ട് വല്ല കാര്യമുണ്ട്? ഞങ്ങളുടെ ജീവിതം പോക്കടിക്കുകയില്ല. അതുകൊണ്ട് ഇപ്പം മനസ്സിലാകുന്ന കാര്യം വല്ലതും പറയാൻ പറഞ്ഞു.
ഇപ്പൊ എന്തെങ്കിലും മനസ്സിലാകുന്ന കാര്യം പറയും. 24 വർഷത്തിന് ശേഷം അപ്പൊ ഞാൻ പറയാം, ഇവള് പഠിച്ച് വളർന്ന് ഇവള് മക്കൾക്ക് ജന്മം നൽകി കഴിഞ്ഞിട്ട് എൻജിനീയറിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വിടും പഠിപ്പിക്കാൻ. ഒരുത്തിയെ തെലുങ്കും കൊണ്ടുപോകും, ഒരാളെ എന്ത് ചെയ്യും, കന്നഡക്കാരൻ കൊണ്ടുപോകും, ഒരാളെ സായിപ്പ് കൊണ്ടുപോകും. അന്നേരം ഇവള് കരഞ്ഞുകൊണ്ടിരിക്കും. അന്നേരം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവും. അവള് എന്നെ നോക്കി ചേറ് കണ്ടിട്ട് അപ്പൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കി. ഞാനപ്പോൾ അപ്പൻ്റെ മുഖത്തോട്ട് ഉടനെ അപ്പം പറയാം, പിതാവേ, 25 വർഷം മുമ്പ് എൻ്റെ ഭാര്യയെ ഞാൻ അടിച്ചുകൊണ്ട് വന്നതാ. അപ്പം ഞങ്ങളുടെ സഭയിൽ എപ്പോഴും ഒരു പ്രത്യേക മുദ്രാവാക്യം ചൊല്ലാറുണ്ട്. എന്നാന്നറിയോ? തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഞാൻ പറഞ്ഞ ഈ മുദ്രാവാക്യം ചൊല്ലിയാൽ മതി. ഈ പാപം തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. കണ്ടോ കളി? ഇതെങ്ങനെയാ ഈ പാപം ഇങ്ങനെ വരുന്നറിയോ പ്രിയമുള്ളവരെ? അതിന്റെ രഹസ്യം നിങ്ങൾ അറിഞ്ഞോണം. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ധ്യാന സെന്ററിലൊക്കെ ഇങ്ങനെ ഇരിക്കുക, കുറേയൊക്കെ ഉറങ്ങിപ്പോവും, കുറേയൊക്കെ ശ്രദ്ധിക്കാതെ പോകും. എന്നാലും എന്ത്, ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പം ഏതാണ്ടൊക്കെ ഒരു ഇച്ചിരി മാറ്റം വരും. പണ്ടത്തെ പോലെ കള്ളുകുടിക്കണമെന്ന് തോന്നുന്നില്ല, പണ്ടത്തെ പോലെ പാപം ചെയ്യണമെന്ന് തോന്നുന്നില്ല, ഏതാണ്ടൊക്കെ ഒരു വ്യത്യാസം. എന്നാ സംഭവിച്ചെന്നറിയോ പ്രിയമുള്ളവരെ? ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവവചനം ഇവിടുന്ന് നിങ്ങളുടെ അടുക്കലേക്ക് വരും. വചനം എവിടെയാണ് ഇരിക്കുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമാണ്. അപ്പൊ ആ ദൈവമായിരിക്കുന്ന വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഈ ദൈവവചനം നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പം നമ്മുടെ ആത്മാവിനോട് കൂടെ വരും, സ്വീകരിക്കുകയാണെങ്കിൽ. വന്നു കഴിഞ്ഞാലോ 1 കൊരിന്ത്യർ 6:17 ദൈവാത്മാവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. അപ്പൊ നമ്മൾ ഈ വചനമൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം നമ്മൾ ഈ വചനം സ്വീകരിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിൽ ഈ വചനം ഇങ്ങനെ പറ്റിപ്പിടിക്കും. ഈ വചനത്തിനകത്ത് എന്തുണ്ട്? ദൈവവചനം പരിശുദ്ധാത്മ നിവേശിതമാണ്, അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം പറ്റിപ്പിടിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവും പറ്റിപ്പിടിച്ചിരിക്കും. വീണ്ടും വീണ്ടും കൂദാശകളും വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ക്രമേണ നമ്മുടെ ആത്മാവിൽ ഈ വചനം ഇങ്ങനെ വന്ന് അവസാനം നമ്മുടെ ആത്മാവിൽ ഈ വചനം ഒരു വസ്ത്രമായിട്ട് അങ്ങോട്ട് മാറും. അപ്പൊ ഇച്ചിരി വചനമൊക്കെ അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പം വചനം കേൾക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നാൻ തുടങ്ങും. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് നല്ല ഉറക്കമൊന്നും വരികയില്ല, സന്തോഷം അങ്ങനെയൊക്കെ വരും. പിന്നെ ഈ കിഴുത്തുണ്ടല്ലോ ഇടയ്ക്കൊക്കെ, അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി പാവപ്രലോഭനമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കുമ്പസാരമൊക്കെ വീണ്ടും കുമ്പസാരിച്ചൊക്കെ റെഡിയാക്കാം. അപ്പോൾ വീണ്ടും കൃപ വരും. അങ്ങനെ ഒരു വസ്ത്രമായിട്ട് അങ്ങ് മാറും. ഇങ്ങനെ കൃപാവസ്ത്രം ഉണ്ടായ വ്യക്തികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാവോ? പാപ സാഹചര്യങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങളൊരു കള്ളു കുടിക്കുന്ന പാർട്ടി ചെന്ന് വിചാരിച്ചു, നല്ല കൃപയിൽ നിറഞ്ഞ ആളാണെങ്കിൽ ആ സ്ഥലത്ത് ചെല്ലുമ്പം തലവേദന എടുക്കാൻ തുടങ്ങും. നമുക്ക് തോന്നി എങ്ങനെയും ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു. പരദൂഷണം നടത്തുന്ന സ്ഥലത്ത് ചെല്ലുമ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അങ്ങോട്ട് തലവേദന എടുക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ കുറ്റം പറയുന്നത് കേൾക്കുകയും പറയുകയും ചെയ്യുമ്പം നമുക്ക് തലവേദന എടുക്കാൻ തുടങ്ങും. അങ്ങനെ ഏതെങ്കിലും പാപത്തിൻ്റെ ആത്മാവ് ഏതെങ്കിലും പാപം വഴി നമ്മളിലേക്ക് കയറാൻ ശ്രമിച്ചാൽ അപ്പം തന്നെ നമുക്ക് അസ്വസ്ഥതകൾ തോന്നാൻ തുടങ്ങും. ഇതാണ് ദൈവകൃപയുള്ളവൻ്റെ ഒരു ലക്ഷണം. അല്ലാത്തവരുടെ ലക്ഷണം എന്നതാ? അല്ലാത്തവരുടെ ലക്ഷണം കാരിയസ് ഭവനിൽ കൺവെൻഷൻ വന്നിരിക്കുന്നു, പ്രസംഗം തുടങ്ങുന്നു, അപ്പം തന്നെ ഉറങ്ങുന്നു. പാപം ചെയ്യുന്ന സാഹചര്യത്തിൽ വരുന്നു, ഒരു ബുദ്ധിമുട്ടും കൂടാതെ എന്ത് ചെയ്യുന്നു? അതിനോടങ്ങ് യോജിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കോണം സംഗതി എന്താണ്? ആ കൃപയൊന്നുമില്ല, ദൈവകൃപയൊന്നുമില്ല. അതാ സംഭവം. പ്രിയമുള്ളവരെ, അതിനുശേഷം വേറൊരു സംഭവം നടക്കും. എന്താണെന്നറിയോ? കുറേ നാളൂടെ വീണ്ടും നമ്മൾ ഈ വിശുദ്ധന്മാരൊക്കെ എങ്ങനെയായിരുന്നു? പരിത്യാഗമൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും ഈ വചനം പാലിച്ച് ജീവിക്കണം. അതിന് പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ തുടങ്ങും. ഇപ്പം മൊബൈലാണോ കുഴപ്പം? അത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തങ്ങ് വെച്ചേക്കും. ഇന്റർനെറ്റാണോ വിഷയം? അത്യാവശ്യത്തിന് ഉപയോഗിച്ചിട്ട് നമ്മളങ്ങ് മാറ്റി വെച്ചേക്കും. അയലോക്കംകാർ ചുമ്മാ ഫോൺ വിളിച്ച് പരദൂഷണമാണോ? നമ്മൾ ഫോൺ എടുക്കും, പറയും ഇച്ചിരി അത്യാവശ്യത്തിലാണ് കേട്ടോ, നമ്മൾ വെക്കും. മദ്യപത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ പാർട്ടിയൊക്കെ കഴിയുമ്പോൾ ചെല്ലും, താമസിച്ചു പോയി കേട്ടോ,
നമ്മൾ പറയും കൃപയുള്ളവൻ. അങ്ങനെ നിർബന്ധപൂർവം കർത്താവിനോട് ചേരാൻ ശ്രമിക്കുന്ന വ്യക്തി വീണ്ടും വീണ്ടും കൂദാശയോട് ഐക്യപ്പെടാൻ തുടങ്ങി. ഇവന്റെ ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ അങ്ങോട്ട് സംയോജിക്കും. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഇതാ ദൈവാത്മാവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഒറ്റ ആത്മാവായി തീരും. വെള്ളവും പഞ്ചസാരയും തമ്മിൽ ചേർന്നാൽ വെള്ളം പോലെ ആയിരിക്കുന്നത്. തൊട്ട് നാക്കെ വെച്ചാൽ പഞ്ചസാരയുടെ ടേസ്റ്റ്, കുടിച്ചാലോ ഷുഗർ തന്നെ കൂടും. പക്ഷേ എന്നത്തിനകത്ത് കിടക്കുന്നത് വെള്ളം പോലെ ഇരിക്കുന്നു. ഇതുപോലെ മനുഷ്യാത്മാവ് കൊണ്ട് മാറും, വിശുദ്ധാത്മാവായിട്ട് അങ്ങോട്ട് മാറും. അങ്ങനെയുള്ള ആത്മാവ് വിശുദ്ധാത്മാവായിട്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, അവൻ പോയി ഒരു വീട്ടിലോട്ട് കയറി ഒന്നും പറഞ്ഞില്ലെങ്കിലും അഭിഷേകം അവിടെ വരും. നിങ്ങൾ പോയി വീട്ടിൽ കയറിയാൽ മതി, അഭിഷേകം അവിടെ വ്യാപരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങളൊന്നും പറയണ്ട, മോനെ ധൈര്യമായിട്ട് പോക്കോ, സ്കൂളിൽ പോക്കോ, ഞാൻ പ്രാർത്ഥിച്ചോളാം. കൊച്ച് സ്കൂളിൽ ചെന്ന് കഴിയുമ്പം നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറയും. അവൻ പറയും, എന്നെ ആരാണ്ട് എഴുതിക്കുന്ന പോലെ തോന്നി, അമ്മ പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല പൊക്കോളാൻ, അതുകൊണ്ട് അമ്മ ഇന്ന് പ്രാർത്ഥിച്ചിട്ടേ വിടാവുള്ളൂ കേട്ടോ. കൊച്ചു പറയാൻ തുടങ്ങും. അയലോക്കത്തെ അന്നാമ്മ വിളിച്ചിട്ട് പറയും, എന്നെ മറിയാമേ നിന്നോട് ആ വിഷയം ഒന്ന് പറഞ്ഞിട്ട് പോയിട്ട് എന്ത് അനുഗ്രഹമായിരുന്നു അറിയാം. ആളുകൾ പറയാൻ തുടങ്ങും. അതാണ് കൃപ. അങ്ങനെ ദൈവാത്മാവ് നമ്മുടെ ആത്മാവ് നമ്മളെ കൂടെ സംയോജിക്കും. പ്രിയമുള്ളവരെ, സംയോജിച്ച് ഒറ്റ ആത്മാവാണ്. അങ്ങനെയാണ് ഈ വിശുദ്ധന്മാരുണ്ടാകുന്നത്. അത് കഴിയുമ്പോൾ പ്രിയമുള്ളവര്, ഈ ആത്മാവ് ശരീരം വിടുന്ന ഒരു കാലമുണ്ട്, തമ്പുരാന്റെ നിശ്ചയിച്ച കാലം. ആ കാലത്ത് ഈ ആത്മാവ് നേരെ തമ്പുരാൻ വിളിക്കുന്ന സമയമാകുമ്പോൾ ആരൊക്കെ വരും കൊണ്ടുപോകാൻ? പരിശുദ്ധ അമ്മ. അതുകൊണ്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്ത്, മരിക്കാനുള്ള സമയത്ത് പരിശുദ്ധ അമ്മ കൃത്യമായിട്ട് ആ വ്യക്തിയുടെ അടുക്ക് വരും. പിന്നെ ആര് വരുമെന്നറിയോ? മാലാകമാർ വരും കൊണ്ടുപോകാൻ. മിഖായേൽ മാലാക സംഗതിയൊക്കെ പറയും, ഇത് നമ്മുടെ ആത്മാവാണ്, കർത്താവിൻ്റെ വചനം പാലിച്ചാണ്, പിശാചൻ നിനക്കൊരു സ്ഥാനവുമില്ലെന്ന് പറയും. സാത്താൻ ഇപ്പുറത്ത് വന്ന് നിൽക്കും. മോശയുടെ ശരീരത്തെ ചൊല്ലി സാത്താനും മിഖായേൽ മാലാകയായിട്ടൊരു ചെറിയ പ്രശ്നമുണ്ടായി, ചെറിയൊരു ഇഷ്യൂ ഉണ്ടായായിരുന്നു. നിങ്ങൾക്കറിയാം, യൂദാസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ചെറിയൊരു ഇഷ്യൂ. മിഖായേൽ മോശയുടെ ഇത് ആത്മാവിനെ ചൊല്ലിയുള്ള തർക്കമാണ്. ഉടനെ പിശാച് പറഞ്ഞു, ഈ മോശയെ ഞങ്ങൾ കൊണ്ടുപോകും. കാരണം എന്താണെന്നറിയോ? ഈ മോശ പണ്ട് ഒരാളെ കൊന്നിട്ടുണ്ട്. ഈ മോശ ആൾ അത്ര ശരിയുള്ള പാർട്ടിയല്ല, ഇങ്ങേര് വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഉടനെ മിഖായേൽ മാലാക പറഞ്ഞു, അതെ, ദൈവം അഗ്നി ഇറക്കി ശുദ്ധീകരിച്ചവൻ. അന്ന് അവൻ്റെ പൊട്ടിക്കരച്ചിൽ, അന്നെല്ലാം കഴുകപ്പെട്ടു, ഇനി നിനക്കൊരു അവകാശമില്ല. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. ഇതുപോലെ നമ്മൾ മരിച്ച് ശവപ്പെട്ടിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയമുണ്ടല്ലോ, കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് ആ സമയത്ത് നമ്മുടെ ആത്മാവിനെ ചൊല്ലി ഭയങ്കര ഒരു തർക്കമുണ്ട്. ആ സമയത്ത് വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാവാണെങ്കിൽ എല്ലാവരുടെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകും. നമ്മുടെ ശരീരം വിടുന്ന സമയത്ത് തന്നെ എല്ലാവരും കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റുമ്പോഴാണ് ചില അമ്മച്ചിമാർ മുഖമൊക്കെ ഒരുമാതിരി ഇങ്ങനെ കറുത്തൊക്കെ ഇരുന്നതാണ്. മരിക്കുന്ന സമയം ആകുമ്പം പ്രിയമുള്ളവരെ മുഖമൊക്കെ അങ്ങോട്ട് മാറും. മരിച്ചു കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഡെഡ് ബോഡിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രകാശം ഇങ്ങനത്തെയുള്ള ഡെഡ് ബോഡി കാണാൻ സാധിക്കും. കണ്ടിട്ടുണ്ടത്? ചില അമ്മച്ചിമാർ മരിച്ചു കഴിഞ്ഞാൽ ചിരിച്ചിരിക്കുന്ന പോലെ വലിയ പ്രകാശം. ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിരിക്കാൻ പറ്റുമോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വികാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ എങ്ങനെ ഇതുണ്ടായത്? ആ മരിക്കുന്ന മോമെന്റിൽ കാണുന്ന ചില കാഴ്ചയുണ്ട്. ആ കാഴ്ച കണ്ടപ്പോഴാണ് നമ്മളിങ്ങനെ ജീവിച്ച് പോകുമായിരുന്നു, കഷ്ടപ്പെട്ട് കൊന്തയൊക്കെ ചൊല്ലി മുട്ടിന് വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ പോയപ്പോഴാണ് പ്രിയമുള്ളവർ എന്ത് സംഭവിച്ചത്? ഇതാ മരണസമയത്ത് നോക്കിയപ്പോഴാണ്, ചേട്ടാ ഇതൊക്കെ സത്യമായിരുന്നു, വീണ്ടും മാതാവ് നിൽക്കുന്നു, വിശുദ്ധന്മാർ നിൽക്കുന്നു, ഇതെല്ലാം ഉള്ളതായിരുന്നു എന്ന് ചിന്തിച്ച് പരിശുദ്ധ അമ്മയൊക്കെ നോക്കി ചിരിക്കുമ്പോഴാണ് ഡിമ്മെന്ന് പോകുന്നത്. അങ്ങനെയാണ് ഈ നല്ല ചിരിച്ചോണ്ട് അമ്മച്ചിമാർ മരിക്കുന്ന സംഭവം. അതാണ്. ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ചില ആളുകളുണ്ട്, അപ്പൻ അമ്മയും തന്നെ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ചെയ്ത്, വല്യപ്പനും ആ പരിപാടി ഉണ്ടായിരുന്നു, ചിരിച്ച്. അപ്പം വല്യപ്പൻ്റെ കാലത്ത് തന്നെ ദൈവകൃപ പോയതുകൊണ്ട് നമ്മുടെ അച്ചായന് ചില പാവപ്രലോഭനം, ഇച്ചിരി കള്ളുകൂടി, ഇച്ചിരി ബീഡി വലി ഇതൊക്കെ ഉണ്ട്. നമ്മൾ ജനിച്ച്
ഏതൊക്കെയാണ് നമ്മുടെ ആത്മാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്? പാരമ്പര്യമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്താണ്? ഇച്ചിരി മോഷണ സ്വഭാവം, ആത്മാവിൽ ഒരു ശകലം പാപം കിടക്കുന്നു. അതുകൊണ്ടൊരു ഈ പാപത്തോട് ചേർന്നുകൊണ്ടൊരു പിശാചുണ്ട്. ആ ശകലം പിശാചും അതിനകത്തിരിക്കുക. അപ്പോഴാണ് നമുക്ക് തോന്നിയത്, എന്നാലും കാരിസ്മോൻ കൺവെൻഷൻ വന്ന ഒരു മാലയും കൂടെ പൊട്ടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മാലയും കൂടെ പൊട്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ എന്ത് ചെയ്ത്? ഒരു പിശാചൂടെ കയറി. അങ്ങനെ നമ്മുടെ ആത്മാവിൽ കുറച്ചും കൂടെ ഫില്ല് ചെയ്യപ്പെട്ടു. കുറേ നാളൂടെ കഴിയുമ്പോഴത്തേനും ഓർക്കും, ഈ ഒരു പാപം കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പാവവും പതുക്കെ പതുക്കെ വരും. അങ്ങനെ ഒരിക്കലൊരു മാല പൊട്ടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഒരുത്തൻ കണ്ടു, അവനിട്ട് ഒരു അടിയും കൂടെ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? കൊലപാതകത്തിൻ്റെ പിശാചും കൂടെ കയറി. അങ്ങനെ ക്രമേണ ക്രമേണ ഓരോരോ കൽപ്പന ലംഘനങ്ങൾ വരുമ്പോൾ ഓരോ പാപവും നമ്മുടെ ആത്മാവിലേക്ക് വരും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പിശാചൂടെ വരും. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ആത്മാവ് ഒരു പ്രത്യേക വസ്ത്രം കൊണ്ട് അങ്ങോട്ട് നിറയും. ഏതാണെന്നറിയോ? പിശാച്. നമ്മുടെ ആത്മാവിനെ പിശാച് അങ്ങോട്ട് പൊതിയും. പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക ലക്ഷണമുണ്ട്. എന്താണെന്നറിയോ? ആത്മീയ ശുശ്രൂഷകൾ നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പം ഭയങ്കര അസ്വസ്ഥത. അവിടെ ഇരിക്കുമ്പം ഇറങ്ങിപ്പോണം എന്നുള്ള തോന്നല്, ധ്യാനത്തിന് വന്നാൽ ഛർദ്ദിക്കണമെന്നുള്ള തോന്നല്, അല്ലെങ്കിൽ വയറ്റുവേദന എടുക്കുന്നതായിട്ട് തോന്നുക. ആ വീട്ടിൽ പോയാൽ ഒരു പ്രശ്നവും ഇല്ല. ചില അച്ചായന്മാരില്ലേ, ചില പിള്ളേരില്ലേ ഇങ്ങനെ നമ്മുടെ വീട്ടിലെ, എന്നാ ഇവന് കുഴപ്പമെന്നറിയാൻ മേല, പക്ഷേ ഇവന് പ്രശ്നം ഇതാ, ഇവൻ്റെ ഉള്ളിൽ പാപം ചെയ്ത് പിശാച് കയറിയിരിക്കുക. അങ്ങനെ ആത്മാവിനെ പിശാച് അങ്ങോട്ട് വലയം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണെന്നറിയോ? കുറച്ചുനാൾ കഴിയുമ്പം ഈ ആത്മാവും പിശാചും കൂടെ തമ്മിൽ എന്ത് ചെയ്യും? അങ്ങോട്ട് വെള്ളത്തിൽ ഇതാ വിഷം കലക്കുന്നത് പോലെ ഈ ആത്മാവിലേക്ക് തിന്മ കയറിയെങ്കിൽ വ്യാപിക്കും. വ്യാപിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, അവൻ പിന്നെ നമ്മളെ ഇട്ടുകൊണ്ടൊരു കറക്കാണ്. പിന്നെ ദൈവത്തിന് കൊടുക്കുകയില്ല. അവൻ നമ്മളെ ഫുട്ബോൾ കളിക്കുന്ന പോലെ പാപം ചെയ്യിക്കും. നമ്മൾ ഈ പാപം ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് പാപത്തിൽ ജനിക്കുന്ന നമ്മുടെ പിള്ളേരും എന്ത് ചെയ്യും? ഇതേ പാപം തന്നെ ചെയ്യാൻ തുടങ്ങും. കാണുന്നതും കേൾക്കുന്നതാണല്ലോ. അതിനാണ് ഈ മാമോദീസയൊക്കെ നമ്മൾ മുങ്ങുന്നത്. ഈ പാപം ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള ഇത്തരം പാപങ്ങളും ബന്ധനങ്ങളെല്ലാം അഴിയാൻ മാമോദീസ മുങ്ങിയത്. പക്ഷേ മാമോദീസ മുക്കേച്ച് കൊടുക്കുന്ന ആരുടെ കയ്യിലോട്ടാ? നല്ല ക്രിസ്ത്യാനി അല്ലെങ്കിൽ അവൻ്റെ കയ്യിലോട്ട് തിരിച്ചു കൊടുത്താൽ മുതുപിശാചിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്ന പോലെ. ആ കൊച്ചിനെ ആയിട്ട് ഈ അപ്പം പോയിട്ട് കാണുന്നത് കള്ളുകൂടി, ബീഡി വലി, അല്ലെങ്കിൽ മന്ത്രവാദം, അല്ലെങ്കിൽ മറ്റുള്ള പാപങ്ങൾ, ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ വീട്ടിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിൻ്റെ ആത്മാവിലേക്ക് ഈ പാപങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വന്ന് ചേരും. എന്നിട്ട് അവർ പ്രായമായി കഴിയുമ്പം ഓടി നടന്ന് പാപം ചെയ്യും. അങ്ങനെ പിശാചിനെ പോലെ പിശാചിൻ്റെ ഉപകരണമായിട്ട് അവരങ്ങോട്ട് നടക്കും. നമ്മളെക്കുറിച്ച് ഏറ്റവും വലിയ ആഗ്രഹം, സ്വപ്നമുള്ള രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് ദൈവവും, ഒന്ന് പിശാചും. എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവന് കയറി ഇരുന്ന് കുറച്ച് വർക്ക് നടത്തണം നമ്മളിൽ. അവൻ നമ്മളെ വർക്ക് നടത്തും. ഇനി മരിക്കുന്ന സമയമാകുമ്പോൾ നമ്മളൊന്നും അറിയില്ല. കാരണം എന്താ? പാപം ചെയ്യുമ്പോൾ പാപമെന്ന് തോന്നത്തേയില്ല. പിന്നെ ആത്മീയ ശുശ്രൂഷകരെ കണ്ണെടുത്താൽ കാണാൻ മേല. അവരെ കയറി ചീത്ത വിളിക്കും. ആ കത്തനാര് അങ്ങർക്ക് ഇത് പറയേണ്ട വല്ല കാര്യമുണ്ട്? ഞാൻ ഓർക്കുകയാണ്, ഞാൻ പണ്ട് കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് വചനം പ്രഘോഷിക്കാൻ പോയി. അച്ഛനായിരുന്നു. അന്ന് ഒരു സ്ത്രീ അവിടെ ഇരുന്ന് വചനം കേട്ട്. ഞാൻ ഈ വചനം പറഞ്ഞ ഉടനെ ആ കത്തനാർക്കൊരു പണിയില്ല. അയാൾക്ക് എന്തിൻ്റെ സോക്കേടാ? ഈ ആവശ്യമില്ലാത്ത കാര്യം പറയേണ്ട കാര്യമുണ്ട് എന്നെല്ലാം വീട്ടിൽ ചെന്ന് ഭയങ്കര എന്നെ ചീത്ത പറഞ്ഞു. അതിനുശേഷം പ്രിയമുള്ളവരെ, പുള്ളിക്കാരത്തി ഞാനവിടെ ആ ഡയസിസിൽ ബിഷപ്പായിട്ട് വെച്ച് അതിന് ഇടുക്കി. ഇന്നലെ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന അവിടുത്തെ ധ്യാനത്തിൽ ഈ പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയായിട്ട് വന്നിരിക്കുകയാണ്. നല്ല കൃപയിലൊക്കെ ആയി. ആ പുള്ളിക്കാരത്തി ഇന്നലെ പറയുക, പിതാവേ ക്ഷമിക്കണം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2002 കാലഘട്ടത്തിൽ വചനം പ്രഘോഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ കത്തനാർക്ക് വേറൊരു പണിയില്ല. കാരണം എന്താ? എനിക്കങ്ങ് ദേഷ്യമായിരുന്നു. ഈ അച്ഛന്മാരോടൊക്കെ ദേഷ്യമായിരുന്നു. കാരണം എന്താ? പിശാച് ഉള്ളിൽ കയറി. ഞാൻ കുമ്പസാരിച്ച് പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടപ്പോഴാണ് ഞാൻ എന്തുമാത്രം വലിയ പാപ ചെയ്തെന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെയുള്ള മനുഷ്യർ മരിക്കുന്ന സമയമാകുമ്പോൾ ഇതാ നമ്മളിങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്. അപ്പോഴാണ് ലൂസിഫർ വന്ന് അടുത്ത് നിൽക്കും. അന്നാമ്മേ, നീ എനിക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ ഈ പരദൂഷണം പറഞ്ഞില്ലേ, ഞാനാ നിന്നെ കൊണ്ട് പറയിപ്പിച്ചത്. നീ എനിക്ക് വേണ്ടി എന്തുമാത്രം പേരെ കുറ്റം പറഞ്ഞ് അതിലൂടെ അവർക്ക് മുറിവായി, അവരുടെ ഉള്ളിലും എനിക്ക് കയറാൻ പറ്റി. നീ കള്ളു കുടിച്ച് മത്തായിച്ചാ, നീ കള്ളു കുടിച്ചില്ലേ? ഓരോ മദ്യപാനത്തിലും എനിക്ക് നിന്റെ കൂട്ടത്തിൽ വന്ന് എത്രയോ പേരെ ഭാര്യക്കിട്ട് ഇടിക്കാൻ പറ്റി, മക്കൾക്കിട്ട് കഴുത്തിന് പിടിച്ച് ഞെക്കാൻ പറ്റി.
അതുപോലെ എന്തെല്ലാം ചെയ്യാൻ പറ്റി, എല്ലാം എനിക്ക് സന്തോഷമായി. അതുകൊണ്ട് നമുക്ക് പോയേക്കാം. ഉടനെ ചാക്കോ ചേട്ടൻ അന്നേരമാണ് ഓർക്കുന്നത്, എന്ത് ദൈവമേ ഈ കാണുന്നത് എന്നതാ. ചാക്കോ ചേട്ടൻ അങ്ങോട്ട് പേടിക്കും. പേടിച്ച് കഴിയുമ്പോഴാണ് ആത്മാവ് ശരീരത്തിൽ ഡിം പോയി. അതോടുകൂടി നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കും? ഇപ്പം ഇരിക്കുന്ന പോലെ ഈ ഇരിപ്പിരിക്കും. ഫേസ്ബുക്കിനകത്തൊക്കെ ഫോട്ടോ വരേണ്ടതാണ്, ശവപ്പെട്ടിയുടെ നമ്മുടെയൊക്കെ. അതുകൊണ്ട് നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇപ്പം തൊട്ട് നന്നായിട്ട് ജീവിക്കണം. അതിനുള്ള ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? ഈ തിന്മയുടെ ആത്മാവും കെട്ടുകളും മുഴുവൻ ഒന്ന് അഴിഞ്ഞു പോകാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒരു വൈദികന്റെ മുമ്പിൽ പോയി ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ചെറിയ പാപങ്ങൾ പോലും ഏറ്റുപറഞ്ഞ് കരഞ്ഞ് കുമ്പസാരിക്കുക. തെറ്റിപ്പോയി അച്ചോ, ദൈവമേ തെറ്റിപ്പോയി, അന്നേരെ ആ ബന്ധനം അഴിഞ്ഞു വീഴും. വെറുതെ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ ഇതൊക്കെ പറ്റുകയില്ല. എന്നാൽ ഈ പ്രാവശ്യം ഒന്ന് കുമ്പസാരിച്ചേക്കാം, എന്നാൽ കുമ്പസാരിച്ചിട്ട് ഇനിയിപ്പോൾ എന്നായാലും അടുത്ത ആഴ്ച തൊട്ട് കള്ളു കുടിക്കാം എന്ന് വിചാരിച്ച് കുമ്പസാരിച്ചാൽ കിട്ടുകയില്ല. പാപത്തെക്കുറിച്ച് ആഴത്തിൽ എൻ്റെ അപ്പൻ്റെ നെഞ്ചത്തിനിട്ടാണല്ലോ ഞാൻ കുത്തിയത് എന്നോർത്ത്, എൻ്റെ അപ്പൻ്റെ സ്വപ്നങ്ങളാണല്ലോ ഞാൻ തകിടം മറിച്ചത് എന്നോർത്ത് നമ്മൾ പശ്ചാത്തപിച്ചാൽ അപ്പം അഴിഞ്ഞു വീഴും ബന്ധനങ്ങൾ. അപ്പോഴാണ് ഈ കൃപയുടെ വസ്ത്രം അങ്ങോട്ട് വന്ന് നിറയുന്നത്. ഇനി നമ്മൾ നോക്കുക, നമ്മുടെ തലമുറകളിൽ ഇതുപോലെ കൽപ്പന ലംഘിച്ച ഓരോ മനുഷ്യർ കാണും. അവരോരോ കൽപ്പന ലംഘിച്ചപ്പോഴും ഓരോ കൃപകളാണ് പോയത്. ദൈവം തരാൻ ആഗ്രഹിച്ച കൃപകൾ അനാദി മുതൽ ദൈവം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി തമ്പുരാൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ജീവൻ്റെ നദിയുണ്ട്. അതുകൊണ്ട് നിറച്ച് മുക്കി കുളിപ്പിച്ച് കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മളോ നമ്മുടെ മാതാപിതാക്കന്മാരോ പൂർവ്വപിതാക്കന്മാരോ ഒക്കെ വഴി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കൃപയുണ്ടല്ലോ, ആ കൃപ അതേപോലെ അങ്ങോട്ട് തിരിച്ചു തരാനാണ് യേശു ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് യേശു പറഞ്ഞു, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിൻ. ആ യേശുവിലേക്ക് അങ്ങോട്ട് നോക്കണം. യേശുവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? മേലോട്ട് നോക്കുമ്പോൾ യേശുവേ, അപ്പം യേശു പറയും, ഞാനും പിതാവും ഒന്നാണ്. അപ്പം നമ്മൾ യേശുവിലൂടെ നോക്കുമ്പോൾ കാണും അപ്പനെ. ആ അപ്പൻ്റെ വസ്ത്രാഞ്ചലത്തിൽ ചവിട്ടിയിരിക്കുകയാണെന്ന ബോധ്യത്തോടു കൂടി ആ വസ്ത്രം പിടിച്ച് അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട്, എൻ്റെ അപ്പ, അങ്ങയുടെ സ്വപ്നമാണല്ലോ ഞാൻ, അങ്ങയുടെ ഉള്ളിൽ നിന്ന് ഞാൻ പോന്നത് അങ്ങയുടെ ഉള്ളിൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് അവിടെ മതി, എനിക്ക് ലോകം വേണ്ട, പാപം വേണ്ട, പാപ സാഹചര്യം വേണ്ട. ഞാൻ എവിടെ ഇരുന്നാലും എൻ്റെ അപ്പൻ്റെ ഇഷ്ടമാണ്, അതിലായിരിക്കണം ഞാൻ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിൽ അവിടാണ് ദൈവകൃപ ഒഴുകാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ജീവജലത്തിൻ്റെ അരുവി ഒഴുകാൻ തുടങ്ങും. യോഹന്നാൻ 7:37. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്ക വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതത്തിൽ പറയുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി അങ്ങോട്ട് ഒഴുകി ഇറങ്ങും.